പല ആളുകളും വളരെ യാദൃശ്ചികമായിട്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു പ്ലാൻ കേട്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം രാത്രി എനിക്ക് തോന്നുന്നു കിടന്നുറങ്ങുന്നതിന് മുന്നേ മൊബൈലിൽ എങ്ങനെ ഒരു 10,000 രൂപ എക്സ്ട്രാ ഏൺ ചെയ്യാം എന്ന് നോക്കിയ സമയത്താണ് ഈ ഒരു അവസരത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. അറൗണ്ട് 100 കോടി രൂപ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതാണ് നമ്മൾ മനസ്സിലേക്ക് കടന്നു വരിക. പക്ഷേ ഞാൻ 2020 എനിക്ക് തോന്നുന്നു 5.5 വർഷം കഴിയുന്നു. 20 അടിച്ചു നോക്കിയ സമയത്ത് അറൗണ്ട് 10,000 കോടിയോളം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പം അതായത് ആ ഒരു സമയത്ത് നിന്നില്ലേ 2020 കാലഘട്ടത്തിൽ നിന്ന് 26 ആയപ്പോഴത്തേക്ക് അതിന്റെ ആസ്തി എത്രത്തോളം കൂടിയിട്ടുണ്ടാകുമെന്നുള്ളത് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാവുന്നുള്ളതാണ്. കാരണം അതിന്റെ ഇന്ന് നമ്മൾ സ്വർണ്ണം ഗോൾഡൊക്കെ നോക്കുകയാണെങ്കിൽ അന്നത്തെ വാല്യൂ അല്ല ഇന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് 10,000-50,000 രൂപ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അത് ലക്ഷങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ടേൺ ഓവറും അത്രയധികം വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് അല്ലെ എന്നുള്ളൊരു തോട്ടായിരിക്കും പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവുന്ന കാര്യം. ഇപ്പൊ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അവരുടെ ലൈഫ് എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അല്ലെ. ഈ മീറ്റിംഗിൽ പ്രൈവറ്റ് ആയിക്കോട്ടെ മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളിലെ അപ്പം മതി ഓരോ മാസവും നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ആയിരിക്കും. ഫിനാൻഷ്യൽ പരമായിട്ടാണ് പറയുന്നത്. ശമ്പളം കിട്ടിയ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ആ ശമ്പളം തീരുന്നൊരു സാഹചര്യം. കാരണം അത്രയധികം എക്സ്പെൻസീവ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നില്ലേ നമുക്കറിയാം എല്ലാത്തിനും ഭയങ്കര വിലയാണ് അല്ലേ, എന്ത് സാധനം നോക്കിക്കഴിഞ്ഞാലും. അപ്പൊ നമ്മളെ ശമ്പളവും നമ്മളെ ജീവിതവും മുന്നോട്ട് പോകുന്ന സമയത്ത് അത് വളരെ പ്രയാസത്തിലൂടെ തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ അതായത് ഞാനൊരു ഗവൺമെന്റ് ജോലിയിൽ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലീസിലാണ്. അതിനുശേഷം മേഖല കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു പാർട്ട് ടൈം ആയിട്ട് ഇപ്പം പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ജോലിക്കിടയിലൂടെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പാർട്ട് ടൈം ആയിട്ടാണ് ഫിജി കാർട്ട് എന്നൊരു അവസരം ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു ജോലിയിലെ അതായത് നമുക്കറിയാം ശനി ഞായറിൽ മാത്രമാണ് ലീവ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു എക്സ്ട്രാ ഏർണിങ്സ് എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ മീറ്റിംഗിൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കേൾക്കാൻ എത്തിയിരിക്കുന്ന പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തും. കാരണം നമുക്ക് മറ്റൊരു ജോലിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ നമുക്ക് 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അല്ലേ, അങ്ങനെ ഒരു പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ അതിന് സമയം ഉണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഇനിയിപ്പം ഈവനിംഗ് ടൈമാണ് കിട്ടുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിട്ടുന്ന ഒരു ഈവനിംഗ് ടൈം. ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? ഈ ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കൊരു ഞായറാഴ്ചയാണ് കിട്ടുന്നത് അതിനിടയിൽ. ആ ഞായറാഴ്ച അല്ലേ, ഇപ്പം ഞാനിത് പറയാൻ കാരണം പല ആളുകളെ സംബന്ധിച്ചും ജോലിക്ക് പോകാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് എന്താ പറയുക വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് ല്ലേ, ബാക്കിയുള്ള സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ആ ജോലിക്കിടയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു സമയം മാറ്റി വെച്ചുകൊണ്ട് ഒരു പാർട്ട് ടൈം ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ നസിയ മേഡം അതോടൊപ്പം തന്നെ ലതാ മേഡം ഒക്കെ പറഞ്ഞതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് നല്ലൊരു വരുമാനം അല്ലേ, അതായത് ഹസ്ബൻഡിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ജോയിൻ ചെയ്ത് നാളെ മാറാൻ പറ്റും എന്നല്ല, ഇന്ന് ജോയിൻ ചെയ്തില്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് വളരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യം, ആഹ് ഇപ്പൊ ഇന്ന് മീറ്റിംഗിൽ വന്ന സമയത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ ഇതെടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഒരു 60 വർഷം ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 60 ഇൻറ്റു 365 അല്ലേ, ഒരു കൊല്ലത്തിൽ 365 ദിവസമാണ്. അറൗണ്ട് ഒരു 21,600 ഡേയ്സ് ആണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതിൽ മൂന്നിലൊരു ഭാഗം നമ്മൾ ഉറങ്ങി തീർക്കാറുണ്ട്, അതായത് ഏകദേശം 7,300. അപ്പം വെറും 15,000 ദിവസത്തിൽ താഴെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നല്ല ആരോഗ്യവും നല്ല മനസ്സോടും കൂടിയിട്ട് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ആ ഒരു സമയം എന്തിന് ടെൻഷൻ അടിച്ച് ജീവിക്കണം? ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അല്ലേ, നല്ല ബുദ്ധിയും ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് അധ്വാനിക്കാൻ മടിയില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കേണ്ടത്? നമുക്ക് കൃത്യമായിട്ട്
എന്താ പറയാ, അന്തസ്സോടും അഭിമാനത്തോടു കൂടിയും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രൊജക്ട് കിട്ടുന്ന സമയത്ത് ല്ലേ, അതിനെ തെരഞ്ഞെടുക്കുക. അതായത് അറിവിലുപരി ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ല്ലേ, വളരെ കൃത്യമായി തന്നെ ലത മാഡം പ്ലാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവർക്ക് വേണ്ടതെല്ലാം ല്ലേ, അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ബൈക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ ഒരു ബൈക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഒരു വീട്ടമ്മയാണ് ഒരു ബൈക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലെ, നിങ്ങൾ റിവാർഡ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്തിലെ മഴ കൊള്ളാതെ പോകാൻ ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ പ്രയാസമാണ്. ജോലിക്ക് പോയാൽ എനിക്ക് തോന്നുന്നു കാർ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ 10 വർഷം ജോലി ചെയ്ത സമയത്ത് എന്റെ കയ്യിൽ ബൈക്കായിരുന്നു. കാരണം കാർ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇന്ധനം അടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ചോദ്യചിഹ്നമാണ് ല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ജോലി തിരക്കിനിടയിലൊന്നും ല്ലേ, നമ്മൾ ജീവിതം ആസ്വദിക്കാൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ല്ലേ. ഞാൻ പലപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, പല ഫാമിലീസിലെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് അവർ ജീവിക്കുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എന്നും എന്താ പറയാ, നിലവിലുള്ള കടബാധ്യതയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ജീവിതം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ബുദ്ധിമുട്ടും പ്രയാസത്തിലൂടെയും കടന്നു പോവുകയാണ്. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാൻ ആദ്യം പറ്റണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പനിയുടെ മാനേജ്മെന്റ് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബോച്ചെ എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയാത്ത ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് വരെ അദ്ദേഹത്തെ അറിയാം ല്ലേ. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കില്ലേ, നേരത്തെ പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്താണോ, എത്രത്തോളം ഉണ്ടോ ആ പേയ്മെന്റ് നമുക്ക് ആ ദിവസം തന്നെ നമ്മളെ വാലറ്റിലേക്കും പിറ്റേന്ന് നമ്മളെ അക്കൗണ്ടിലേക്കും തരികയാണ് ല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ജോലിക്ക് പോവാണെങ്കിൽ എന്താ പറയാ, ഇത്ര സമയം നമ്മൾ വർക്ക് ചെയ്യണം. ഇവിടെ അങ്ങനെയില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന സമയം ഉപയോഗപ്പെടുത്തി വിജയിക്കാനുള്ള ഏറ്റവും നല്ല അവസരം. മാത്രമല്ല, ചിലപ്പം പ്രായം കൂടിയ ആളുകൾ പക്ഷെ എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊന്നും എനിക്ക് വശമാകില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ വിജയിക്കാൻ പറ്റും. അതാണ് ഈ പ്രത്യേകത. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് അല്ലെ, എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, സൂമിലൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, സംസാരിക്കാൻ പറ്റാവുന്ന ആളുകളെ കണ്ടെത്തിയാൽ മതി. എനിക്ക് യാത്രകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. കുഴപ്പമില്ല, യാത്രകൾ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് ഈ അവസരം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ വീട്ടിലിരുന്നാണല്ലോ ബിസിനസ് ചെയ്യുന്നത്, കുഴപ്പമില്ല. പുറത്തിറങ്ങി ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ബിസിനസ് നൽകിയാൽ മതി. അപ്പൊ അത്രയധികം ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് കേട്ടിട്ടുള്ളത്. മാത്രമല്ല, ഇതിനുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നിത്യം ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നേരം വെളുക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ന് ഫിജി കാർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഓണം നമ്മളെ മുന്നിലേക്ക് എത്തുകയാണ്. ഓണത്തിനുള്ള സാരി കാര്യങ്ങളൊക്കെ അല്ലെ, ബോച്ചയുടെ ഡാൻസ് ഒക്കെ കാണാത്തവർ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ ചാനലിലൊന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തന്നെയായിരുന്നു സാരിയൊക്കെ ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ അല്ലെ, അദ്ദേഹത്തിന്റെ പേജിലുണ്ട്. ഫിജി കാർട്ട് ഒഫീഷ്യൽ എന്ന് പറയുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അല്ലെ, ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഓണ ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തും പ്രൊമോഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1000 രൂപയ്ക്ക് ഫിജി കാർഡിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം ഫാമിലിയിലേക്ക് ഫിജി കാർഡിന്റെ സ്റ്റോറുകൾ കൊടുക്കുന്നുണ്ട്, അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരെന്ത് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും, സാരി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പല്ല് തേക്കുന്ന ബ്രഷ് ആയിക്കോട്ടെ, കോൾഗേറ്റ് ആയിക്കോട്ടെ, ഇനി ബോച്ചെ ടീ ആയിക്കോട്ടെ, ഇനി ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ, ഈ ഇൻഡക്ഷൻ കുക്കർ, ഇൻഫ്രാറെഡ് കുക്കർ, കിച്ചൺ വെയർസ് തുടങ്ങിയ ഐറ്റംസ്, ഇതെല്ലാം എന്ത് ചെയ്യാം, എന്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം, അതിന്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല, സർവീസസ് അല്ലേ, അപ്പൊ ഇത് ചിന്തിക്കുന്ന പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് അല്ലേ, ഇതിനകത്ത് സ്വർണ്ണമല്ലേ കൂടുതലായിട്ടുള്ളത് അല്ലേ, സ്വാഭാവികമായിട്ടും സ്വർണത്തെ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു പവൻ സ്വർണ്ണം എടുക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളെ വീട് കോഴിക്കോടാണ് എന്ന് വിചാരിച്ചോളൂ, കോഴിക്കോട് ജ്വല്ലറിയിൽ പോയി സ്വർണ്ണം എടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അവരെ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്താൽ മാത്രം മതി. ഫിജി കാർഡിന്റെ IQ നമ്പർ നിങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരവിടുന്ന് സ്വർണ്ണം എടുക്കുന്ന സമയത്ത് അതിന്റെ കമ്മീഷൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇനി ഡയമണ്ട് ആയിക്കോട്ടെ, അതിന്റെ കമ്മീഷനും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ക്രെഡിറ്റ് ചെയ്യും, ഫിജി കാർഡിൽ ID ഉണ്ടെങ്കിൽ. ഇനി ടൂറിസം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യയിലെ തന്നെ
ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖല എന്ന് പറയുന്നത് നമുക്ക് വയനാട് വയനാട് മേപ്പാടി 1000 ഏക്കർ. എനിക്കറിയില്ല, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും. ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റില്ല, കയറി കാണാൻ സാധിക്കും താമസിക്കണമെങ്കിൽ അതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. അവിടെ നമുക്കില്ലേ, എനിക്ക് തോന്നുന്നു 1000 ഏക്കർ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും വലിയൊരു എന്താ പറയാ, ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയാണ്. മാത്രമല്ല ഒരുപാട് അതായത് ഗോവ, ഊട്ടി, മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലുള്ള ടൂർ പാക്കേജസ്, ഇതിനൊക്കെ നമുക്ക് പ്രൊമോഷൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ അറിയാത്തോണ്ടാ ആളുകൾ ടൂർ പോകുന്നുണ്ട് അല്ലേ, നമ്മൾ പോകാത്ത നോക്കണ്ട. അപ്പൊ അവർക്ക് ഈ അവസരം കൊടുത്താൽ ഒരു വർഷത്തിനുള്ളിൽ എപ്പം വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഈ ടൂർ പോകാം. മാത്രമല്ല അതിന്റെ അവർ ടൂർ പോകുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, അതിന്റെ കമ്മീഷനും കൂടെ നമ്മളെ അക്കൗണ്ടിലേക്ക് കമ്പനി ക്രെഡിറ്റ് ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ. സാധനങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ കൈ കൊണ്ടുനടന്ന് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പലപ്പോഴും ഒരുപക്ഷെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അല്ലെ. പല മീറ്റിങ്ങിലും നമ്മൾ കയറുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു രൂപ പോലും നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സിൽ അറ്റ് എ ടൈം എന്താ പറയാ, കുറച്ച് പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്നതിലൂടെ ആണ് നിങ്ങൾക്ക് ഐഡിയ ആക്ടിവേഷൻ ചെയ്ത് തരുന്നത് അല്ലേ. അതായത് ഒരു 10-100 എസ് പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇതിന്റെ സ്റ്റോർ ആക്ടിവേഷൻ ചെയ്ത് കമ്പനി നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാങ്ങാം. കമ്പനി പറയുന്നില്ല ഇന്ന പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പൊ അത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇപ്പൊ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തിലെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മളെ നാട്ടിൽ ഒരു ചെറിയ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ ഇന്ന് 10,000-50,000 രൂപ എന്ത് ചെയ്യണം, പെട്ടിക്കടയ്ക്ക് കൊടുക്കണം അല്ലേ. അതിനകത്തുള്ള സാധനത്തിന് കൊടുക്കണം ചിലപ്പോൾ 50,000 രൂപ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കട തുടങ്ങാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് 10,000-കണക്കിന് പ്രൊഡക്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. നിങ്ങൾ പ്രൊഡക്ട്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രൊഡക്ട്സ് കമ്പനി അയച്ചോളും. എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കമ്പനി തിരിച്ച് റിട്ടേൺ നൽകാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെന്താ, ഇന്ത്യയിൽ എവിടെ നിന്നും ആർക്കും ഏത് സമയത്തും ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ATM നമ്മൾ പൈസ എടുക്കുന്നുണ്ട്, നമ്മളെ കഴിവാണോ? അല്ല. ഇപ്പൊ സൂമിലൂടെ സംസാരിക്കുന്നു, നമ്മളെ കഴിവാണോ? അല്ല അല്ലേ. ആ സൂം ID ആരാണോ മേക്ക് ചെയ്തത് അവരാണ് ആ ടെക്നോളജി നമ്മൾ അതിൽ അസോസിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റോർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ റീറ്റെയിൽ പ്രോഫിറ്റും അതിനെ പ്രൊമോഷൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ ബോണസും വാങ്ങിക്കാനുള്ള ഒരു അവസരവും, മാത്രമല്ല മൂന്നാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസ് ബോണസ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഒരു 10,000-15,000 രൂപ മാസം എക്സ്ട്രാ ഏൺ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു റാങ്കാണ് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക്. മാത്രമല്ല നമ്മുടെ ഫാമിലി കൂടെ സേഫ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് കിട്ടുമോ അല്ലെ. തീർച്ചയായിട്ടും ഇത് കിട്ടും. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നല്ല, നമുക്ക് ആർക്കും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമല്ല, ഈവൻ ഞാൻ ഉൾപ്പെടെ. എൻ്റെ അമ്മയ്ക്ക് ഒരു സർജറി, അതായത് യൂട്രസുമായി ബന്ധപ്പെട്ട ഒരു സർജറി വേണ്ടി വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമായിരുന്നു, ഇത് കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, കിട്ടിയാലല്ലേ കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ബേബി മെമ്മോറിയൽ. ഞാനത് നല്ലതാന്നല്ല പറയുന്നത്, പണം കൊടുത്താൽ അത് നല്ലതാണ്. ഏത് ഏത് വലിയ ഹോസ്പിറ്റലും നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കാൻ അത്രയും പണം നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 1,60,000 രൂപയോളം ഫിജി കാർഡിൽ നിന്ന് എന്താ പറയാ, ഈ ഒരു ഇൻഷുറൻസിലൂടെ ക്ലെയിം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, ചില സാഹചര്യങ്ങൾ, മനുഷ്യന്റെ ലൈഫാണ് എപ്പോഴാണ് പ്രയാസങ്ങൾ വരിക എന്നറിയില്ല. അപ്പൊ നമ്മളെ ഫാമിലിയിൽ എന്ത് പ്രയാസം വന്നാലും എന്താണ്, മൂന്നാമത്തെ റാങ്കിലെത്തി ഒരു നിശ്ചിത ക്രൈറ്റീരിയ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ കമ്പനിയുടെ 0.5 മുതൽ 1.5% വരെ അവസാനത്തെ 3 റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ വാങ്ങിക്കാൻ സാധിക്കും. ഞാൻ ഇത്രയൊക്കെ പറയുന്ന സമയത്തും പലർക്കും ഉണ്ടാവുന്ന സംശയമാണ്, ഇതിന്റെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് വാങ്ങിയ ആളുകൾ ഉണ്ടോ എന്നുള്ളത്. അതായത് 50,000 രൂപ വാങ്ങിയ ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇന്ന് ഫിജി കാർഡിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഫിജി കാർഡ് ഒഫീഷ്യൽ പേജിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5 ലക്ഷം രൂപ കാർ ഫണ്ട്. 5 ലക്ഷം എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു ഫിഗർ അല്ല. ഇത് വാങ്ങിയിട്ടുള്ള വീട്ടമ്മമാരുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. വിദ്യാർത്ഥികൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. മറ്റു മേഖലയിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇത് എവിടെ കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഫിജി കാർഡ് ഒഫീഷ്യലിന്റെ പേജിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏകദേശം 10-200ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ കാർ ഫണ്ടിൽ 5 ലക്ഷം വാങ്ങിയ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് 10 ലക്ഷം രൂപയാണ് ഇന്റർനാഷണൽ ട്രിപ്പ്.
ഏതൊരാളെ സംബന്ധിച്ചും എൻ്റെ ഫാമിലിയോടൊപ്പം ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ പറയുന്ന സമയത്ത്. നിങ്ങളുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പണം എന്ന് പറയുന്നത് ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ആഗ്രഹം, ആഗ്രഹം മാത്രമായി നിലനിൽക്കുകയായിരിക്കും ല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാ? 11ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 10,00,000 രൂപ നിങ്ങളെ ഫാമിലിക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനിത് ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പിനെസ്സോടുകൂടി നിങ്ങളോട് ഇത് പറയുന്നത്. ഒരേ ഒരു ലൈഫാണ് ല്ലേ? എന്ത് ചെയ്യണം? എല്ലാ രാജ്യങ്ങളും ല്ലേ 10, 200ഓളം കൺട്രീസ് ഉണ്ട്. അതൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ഒരു 5 രാജ്യങ്ങളൊക്കെ ഒന്ന് കാണാൻ ല്ലേ നമുക്ക് പറ്റണം. അപ്പൊ അതൊക്കെ ചില തീരുമാനങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് മാത്രമല്ല ചെമ്മണ്ണൂരിന് ഒരുപാട് ല്ലേ പാക്കേജസ് നിങ്ങൾ ഫിജി കാർഡിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും ല്ലേ. ഞാൻ ഈ പറയുന്ന 10,00,000 മാത്രമല്ല അല്ലാതെ തന്നെ എന്ത് ചെയ്യും കമ്പനി ഒരുപാട് സിംഗപ്പൂർ, മലേഷ്യ അല്ലെങ്കിൽ എന്താ പറയാ ഷിപ്പ് യാത്രകൾ ഈ തരത്തിലേക്കുള്ള ട്രിപ്പുകളൊക്കെ നൽകാറുണ്ട് ല്ലേ. അപ്പൊ ഏത് സാധാരണക്കാരനും അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. 50,00,000 രൂപ അല്ലെ? എനിക്ക് തോന്നുന്നു ഈ 50,00,000 എന്ന് പറയുന്നതിൽ ഇത് വാങ്ങിയിട്ടുള്ള ആള് ഫിജി കാർഡിൽ ഉണ്ടോ എന്നൊരു പക്ഷേ ഈ മീറ്റിംഗിലുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ വളരെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 20ലധികം ഫാമിലീസ് 50,00,000ന്റെ ചെക്ക് ബോച്ചയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പ്രോഗ്രാം തൃശ്ശൂർ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് 50,00,000ന്റെ ചെക്ക് ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ജോബ് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ബോച്ചയെ കൊടുത്തത് ല്ലേ. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ല്ലേ. ഒരു സാധാരണക്കാരൻ അദ്ദേഹം കൊല്ലത്തുകാരനാണ്. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ആ മേഖലയിൽ നിന്ന് ഫിജി കാർഡിൽ വന്നതാണ്. എന്താ പറയാ ബിസിനസ് ഇതിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 4 5 വർഷം കൊണ്ട് അദ്ദേഹം 50,00,000ന്റെ ചെക്ക് വാങ്ങിച്ചു. മാത്രമല്ല അന്ന് 2 പേർക്ക് 1,00,00,000 രൂപ ല്ലേ. അപ്പം ഇത് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസാണ്. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ ഊന്നൽ നൽകാത്തത്. കാരണം എനിക്കറിയില്ല 1,00,00,000 രൂപ നമ്മളൊരു 10 35 40 വർഷം സർവീസ് ചെയ്താൽ പോലും സമ്പാദിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ 2 പേർക്ക് ആ ഒരു വേദിയിൽ വെച്ചില്ലേ 1,00,00,000യുടെ ചെക്ക് ഓൾറെഡി ബോച്ചെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ പേര് സബിത, ഒരാളുടെ പേര് സ്വപ്ന എന്നാണ്. ഒരു മേഡം പ്രത്യേകിച്ച് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എസ്എൽസിയിൽ താഴെ മാത്രമാണ് വിദ്യാഭ്യാസം. സവിത മേഡം ഓൾറെഡി എംബിഎ കഴിഞ്ഞതായിരുന്നു അല്ലേ. പക്ഷെ ആ 2 പേർക്കും 1,00,00,000യുടെ ചെക്ക്. ആ ഒരു ചെക്ക് കൊടുത്തതില്ലേ ബോച്ചെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിൽ അതുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിജി കാർഡിന്റെ ഒഫീഷ്യൽ പേജിൽ കാണാൻ പറ്റും. അപ്പൊ ഇതില് നമുക്ക് എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്രത്തോളം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള വരുമാനം വാങ്ങാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതൊരു ടീം വർക്കാണ്, ഒറ്റയ്ക്കല്ല. പലരും ചിന്തിക്കുന്നുണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് എഫേർട്ട് ഇടേണ്ട അല്ല. ഒരു ടീം വർക്കാണ്. ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ല്ലേ. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗപ്പെടുത്തി നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജോലി റിസൈൻ ചെയ്തു എന്നില്ലേ എംസി എടുത്ത മേഡം പറയാനിടയായി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു 10 30 വർഷം ജോലി ചെയ്താൽ ലഭിക്കുന്നത് എന്താണോ അത് ഫിജി കാർഡിലൂടെ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. ഞാൻ ഫിജി കാർഡിൽ വരാനുള്ള കാരണവും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ ഫിജി കാർഡിൽ വരാനുള്ള കാരണം ഗവൺമെന്റ് ജോലി ചെയ്യുന്ന സമയത്ത് 15,00,000 രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു. അതെനിക്ക് തീർക്കാൻ ഏകദേശം 10 25 വർഷം എന്റെ സർവീസ് വേണ്ടി വരും എന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇന്ന് സ്വന്തമായിട്ട് 40,00,000ത്തിന്റെ ഒരു വീടുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഫിജി കാർഡിലൂടെ വാങ്ങിയതാണ്. ഒരു രൂപ പോലും എന്താ പറയാ അടവോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ നിലവിലില്ല. മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ പേര് പോലെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതാണ്. നല്ലൊരു തീരുമാനം എടുക്കുക ല്ലേ. ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാല് പല ആളുകളും ഇന്ന് മീറ്റിംഗിൽ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. പേര് പ്രിൻസ് എന്നാണ്. ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഫിജി കാർഡിൽ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം പറയാം എന്തോ ചെറിയ തകരാറുണ്ടാവും അദ്ദേഹത്തിന് എന്ന് ചിന്തിക്കും ല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 10 30 വർഷം ജോലി ചെയ്താൽ എന്താണോ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ നിന്ന് ലഭിക്കുക അത് ഓൾറെഡി വാങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി റിസൈൻ ചെയ്തു. ഇന്ന് ഫുൾ ടൈം കെയറർ ആയിട്ടല്ലേ ഫിജി കാർഡ് തെരഞ്ഞെടുക്കാനുള്ള കാരണമൊക്കെ തന്നെ. അതുകൊണ്ട് 30 വർഷവും 40 വർഷവും ജോലി ചെയ്ത് തന്നെ ജീവിക്കണം എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് നല്ല ആരോഗ്യവും നല്ല മനസ്സുള്ള സമയത്ത് നിങ്ങളെ ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിച്ചില്ലേ പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എന്റെ ലൈഫിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് 5,00,000 10,00,000 ഒക്കെ കടലിലെ ആളുകളിലെ ഓരോ ദിവസവും എത്ര പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു മീറ്റിംഗിലെ നല്ലൊരു തീരുമാനം എടുക്കാനും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ
മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടാതെ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വേണ്ട ല്ലേ പാലിന്റെ പൈസ ആയിക്കോട്ടെ, കുടുംബശ്രീയുടെ പൈസ ആയിക്കോട്ടെ, ഇനി മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മളെ മക്കൾ പറയുന്ന സമയത്ത് കൊടുക്കാനുള്ള പണമായിക്കോട്ടെ ല്ലേ, അത് സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുത്ത് അതിലൂടെ നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ല്ലേ, നമ്മളെ മുന്നിലേക്ക് ഓണമൊക്കെ വരാൻ പോവാണ് ല്ലേ. നമുക്കറിയാം ഇന്ന് പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല. ഒരു ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ ഒരു ഫാമിലിക്ക് പണ്ട് 1000 രൂപ മതിയായിരുന്നു. ഇന്ന് 1000-നൊന്നും ഡ്രസ്സൊന്നും കിട്ടില്ല. 4000, 5000 ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ടല്ലേ ഇനിയും സമയമുണ്ട്. ഇന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വരുന്ന ഓണത്തിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്കുള്ള ഒരു ഫ്രീഡത്തിലേക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നതില്ലേ ഒരു 2000, 3000, 5000-നോ ഡ്രസ്സ് എടുക്കണമെങ്കിൽ അത് ഫിജി കാർട്ടിലൂടെ സമ്പാദിച്ചില്ലേ ഒരു ഹാപ്പിനെസ് ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും ല്ലേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ ഇന്നത്തെ മീറ്റിംഗ് ഒരു ഒരു തീരുമാനം എടുത്തുകൊണ്ട് ല്ലേ, ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സെക്ഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. വളരെയധികം വാല്യൂ